ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? അൽഹംദുലില്ലാഹ് ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മക്കൾ വരുമ്പോഴത്തേക്കും ഒരു സ്നാക്സ് ആക്കി വെക്കുകയാണ് നമ്മുടെ ഇറാനി പോള. അപ്പോൾ ഓൾറെഡി ഞാൻ മസാലയൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് എടുത്തിട്ട് ഒന്ന് ചൂടാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. നമ്മളിത് എണ്ണയൊക്കെ വെച്ചിട്ട് ഞാൻ ആക്കിയ മസാല ആയതുകൊണ്ട് തന്നെ എണ്ണയൊന്നും വയ്ക്കാതെയാണ് ഞാൻ മസാല ഒന്ന് ചൂടാക്കുന്നത്. അപ്പോഴേക്കും ഇത് 3 മുട്ടയാണ് എടുത്തത്. 3 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മക്രോണി വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ട് ഒരുപാട് ലെങ്ത് ആവുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് മുട്ട ഇത് നന്നായി ഹീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു റിസ്ക് വേസ്റ്റാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനിടയിൽ ആരെങ്കിലും ആദ്യമായിട്ട് പുതിയതായിട്ട് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് അതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച മക്രോണി ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഞാൻ ചൂടാക്കി വെച്ച മസാല, ചിക്കൻ മസാലയാണ് കേട്ടോ. ഇത് ഉള്ളിയും ചിക്കൻ മസാലയും ഇഞ്ചി പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സാധാരണ ചിക്കൻ റോളിൻ്റെ മസാല. ഓക്കെ. അതതിലേക്ക് ഇട്ട് മിക്സാക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് വിസ്ക് വീശിട്ട് തന്നെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ പറഞ്ഞേ ഒന്നും ഉപ്പോ മറ്റു പൊടികളൊന്നും ഞാൻ അതിൽ ചേർത്തിട്ടില്ല. മക്രോണി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഓയിലും ഒക്കെ ചേർത്തിട്ട് വേവിച്ചെടുത്താണ്. അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നെയ്യ് ബട്ടറാണ് കേട്ടോ, അതൊന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. മക്കൾക്ക് സ്കൂൾ മുട്ടി വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വയറൊന്നും അറിയത്തക്ക രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കാൻ വേണം കേട്ടോ. അത് സാധാ ചോറൊന്നും കഴിക്കുക സമയത്തിങ്ങനെ ദോശയോ പത്തിലോ ഇതൊക്കെ ചൂടോടെ കിട്ടിയാൽ മക്കൾ വന്ന് കഴിച്ചോളും. ഓക്കെ. എല്ലാ സൈഡും ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 10-15 മിനിറ്റോളം ഞാനിതൊന്ന് ചെറിയ തീയിൽ വേവിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ സാധനം കിട്ടിയിട്ടുണ്ട്. അതാ അടിയിലൊന്നും കരിഞ്ഞ് പിടിക്കാണ്ട് നല്ല രീതിയിലൊന്നും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ, സീ യു.